فجعلناها نكالا لما بين يديها وما خلفها وموعظة للمتقين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, കഴിഞ്ഞ 2 ആയത്തുകളിലായി നമ്മൾ പഠിച്ച അല്ലെങ്കിൽ നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്, ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു വിഭാഗം അവർ സബത്ത് ദിവസം അള്ളാഹുവിന്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട് അതിക്രമം കാണിച്ചുകൊണ്ട് മീൻ പിടിച്ച സംഭവം. പരിശുദ്ധ ഖുർആൻ അവരുടെ ചരിത്രം വളരെ വിശദമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളാണ് അവർ ചെയ്ത ഈ വലിയ തിന്മ കാരണം അവരുടെ മേൽ അള്ളാഹുവിന്റെ കോപം നിർബന്ധമാവുകയും അതിന്റെ ഭാഗമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ആ തിന്മ പ്രവർത്തിച്ച ആളുകളെ നിന്ദ്യരും നിസാരന്മാരുമായ കുരങ്ങന്മാരാക്കി തീർത്ത ചരിത്രം. ഇന്ന് സൂറത്തുൽ ബഖറയുടെ 66-ാമത്തെ ആയത്തിന്റെ 2-ാമത്തെ ഈ ക്ലാസ്സിൽ ഇവിടെ ഈ ഒരു ശിക്ഷ അള്ളാഹു അവർക്ക് നൽകിയ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് നമ്മൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കേണ്ടത് എന്നാണ് ഇന്ന് ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ അവർക്ക് നൽകിയ ശിക്ഷയെക്കുറിച്ച് പറയുന്നത് അങ്ങനെ നാം അതിനെ അക്കാലത്തും പിൽക്കാലത്തുമുള്ളവർക്ക് ഒരു പാഠം നൽകുന്ന ശിക്ഷയാക്കി എന്നാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കുരങ്ങന്മാരാക്കി മാറ്റിയത് അത് അവിടെ ഹാജരുണ്ടായിരുന്ന ജനങ്ങൾക്കും ആ കാലഘട്ടത്തിൽ ഈ വർത്തമാനമെത്തിയ എല്ലാവർക്കും ഒരു ഗുണപാഠം നൽകുന്ന രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിച്ചത് എന്നാണ്. മാത്രമല്ല, ആ കാലഘട്ടത്തിന് ശേഷം വരുന്ന ആളുകൾക്കും ഈ ഒരു സംഭവത്തിൽ വ്യക്തമായ ഗുണപാഠമുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള തെളിവുകൾ ഒരു അടിമക്ക് കിട്ടിക്കഴിഞ്ഞാൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്ന് അവർ വിട്ടുനിൽക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. പക്ഷേ അതിനാർക്കാണ് സാധിക്കുക? തഖ്വയുള്ളവർക്കാണ് അത് സാധിക്കുക. അവർക്കാണ് അള്ളാഹുവിന്റെ ഇത്തരം ദൃഷ്ടാന്തങ്ങൾ പ്രയോജനപ്പെടുക. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവത്തെക്കുറിച്ച്, അള്ളാഹു അവരെ ശിക്ഷിച്ചതിനെ കുറിച്ച് 66-ാമത്തെ ആയത്തിന്റെ അവസാനത്തിൽ പറഞ്ഞത് വമൗഇദത്തും ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഒരു സതുപദേശവുമാക്കി എന്ന്. ഈ സംഭവം, ഈ ചരിത്രം സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഒരു സതുപദേശമാക്കിയിട്ടുണ്ട് അള്ളാഹു എന്നാണ് നമ്മെ അറിയിക്കുന്നത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്നവർക്ക് സതുപദേശമായി എന്ന് പറഞ്ഞത് ഇസ്രായേൽ ജനതയിൽപ്പെട്ട ഒരു വിഭാഗത്തെ കുരങ്ങന്മാരാക്കി, അതായത് രൂപമാറ്റം സംഭവിപ്പിച്ചുകൊണ്ട് ഒരു ശിക്ഷ നൽകിയ വിഷയമാണ്. അവർ അള്ളാഹുവിന്റെ നിയമങ്ങൾ നിസ്സാരമാക്കി, അള്ളാഹുവിന്റെ മതനിയമങ്ങൾക്ക് യാതൊരു വിലയും ആദരവും കൊടുക്കാതെ തീർത്തും അധാർമികമായി ഒരു വിഭാഗം മാറിയപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ 1-ലധികം സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവം വിശദീകരിക്കുന്നുണ്ട്. സൂറത്തുൽ ബഖറയിലും സൂറത്തുൽ അഅറാഫിലും സൂറത്തുൽ മാഇദയിലുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കുരങ്ങന്മാരാക്കി മാറ്റിയ സംഭവം പറയുന്നുണ്ട്. സഹോദരങ്ങളെ, വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. തീർത്തും പച്ചയായ കണ്ണും കാതും കാലും ഹൃദയവുമൊക്കെയുള്ള മനുഷ്യരെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിമിഷങ്ങൾ കൊണ്ട് കുരങ്ങന്മാരാക്കി മാറ്റിയത്. എന്തു കാരണം കൊണ്ട്? അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ, ആ വിധിവിലക്കുകൾ ലംഘിച്ചുകൊണ്ട് അവനവന് തോന്നിയതുപോലെ പ്രവർത്തിച്ചതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ ഒരു ശിക്ഷയായിരുന്നു സഹോദരങ്ങളെ അത്. എന്നിട്ട് ആ ശിക്ഷയെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫജഅൽനാഹാ നകാലൻ ലിമാ ബൈന യദൈഹാ വമാ ഖൽഫഹാ. അങ്ങനെ നാം അതിനെ അക്കാലത്തും പിൽക്കാലത്തുമുള്ളവർക്ക് ഒരു ഗുണപാഠം നൽകുന്ന ശിക്ഷയാക്കി എന്ന്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? അള്ളാഹു ശിക്ഷ നടപ്പിലാക്കിയ ഈ ഒരു സംഭവം അത് ഇനി വരാനുള്ള ആളുകൾക്കും ഈ ഒരു സംഭവത്തിൽ വ്യക്തമായ ഗുണപാഠമുണ്ട് എന്നാണ്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ ഒരു രൂപമാറ്റം നൽകിക്കൊണ്ടുള്ള ഒരു ശിക്ഷ നൽകുന്നത് അത് ഇസ്രായേൽ ജനതയിൽ മാത്രം പരിമിതമാണോ? അതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉമ്മത്തിലും ഈ രൂപത്തിലുള്ള രൂപമാറ്റം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുമോ എന്ന് നമ്മൾ അറിയേണ്ട ഒരു വിഷയമാണ് സഹോദരങ്ങളെ ഇത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അന്ത്യനാളിന്റെ മുന്നോടിയായിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ പരിഗണിക്കാതെ അധർമ്മത്തിൽ മുഴുകി ജീവിക്കുന്ന ആളുകളെയാണ് രൂപമാറ്റം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ വെച്ച് ശിക്ഷിക്കാൻ പോകുന്നത്.
വിധിവിശ്വാസത്തെ അവിശ്വസിക്കുന്ന, അതുപോലെ തന്നെ മദ്യപാനം ശീലമാക്കുന്ന, സംഗീതോപകരണങ്ങൾ ആസ്വദിക്കുന്ന ആളുകൾ, അവരെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല രൂപമാറ്റം സംഭവിപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ശിക്ഷിക്കാൻ പോകുന്നത്. നഊദു ബില്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അത്തരം ശിക്ഷകളിൽ നിന്ന് രക്ഷിക്കുമാറാകട്ടെ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, ഈ ഉമ്മത്തിൽപ്പെട്ട വിധിവിശ്വാസത്തിൽ അവിശ്വസിക്കുന്നവരെ ഭൂമിയിലേക്ക് ആഴ്ത്തലും ചരൽ വർഷവും അതുപോലെ തന്നെ കുരങ്ങന്മാരും പന്നികളുമാക്കി രൂപമാറ്റം നൽകിക്കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഗൗരവമായി അറിയിച്ചു തന്ന വിധിവിശ്വാസത്തിൽ നമ്മൾ അവിശ്വസിക്കാൻ പാടില്ല സഹോദരങ്ങളെ. അള്ളാഹു ഹറാമാണ് എന്ന് അറിയിച്ചു തന്ന കാര്യങ്ങൾ അത് ഗൗരവപൂർവ്വം നമ്മൾ പരിഗണിക്കേണ്ട വിഷയമാണ് എന്ന് ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്ത ഒരു ഹദീസ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, യകൂനു ഫിൽ ആഖിരിൽ ഉമ്മത്തി ഖസ്ഫുൻ വമസ്ഖുൻ വഖദ്ഫുൻ. ഈ സമുദായത്തിന്റെ ഒടുക്കത്തിൽ ഭൂമിയിലേക്ക് ആഴ്ത്തലും ചരൽ വർഷവും രൂപമാറ്റവും ഉണ്ടാകും. ഇത് കേട്ടപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, പ്രവാചകരെ, ഞങ്ങളിൽ സ്വാലിഹീങ്ങൾ ഉണ്ടായിരിക്കെ ഞങ്ങൾ നശിപ്പിക്കപ്പെടുമോ ആ രൂപത്തിൽ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുക. ഖാല നഅം ഇദാ ലഹറൽ ഖുബ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അതെ, നീചവൃത്തി വ്യാപിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കുമെന്നാണ്. അതായത് സമൂഹത്തിൽ നീചവൃത്തി വ്യാപിച്ചു കഴിഞ്ഞാൽ ആ സമൂഹത്തിനിടയിൽ മതഭക്തിയുള്ള സ്വാലിഹീങ്ങളായ ആളുകൾ ഉണ്ടായാലും ശരി, ഈ സമുദായത്തിന്റെ ഒടുക്കത്തിൽ ഭൂമിയിലേക്ക് ആഴ്ത്തലും ചരൽ വർഷവും രൂപമാറ്റവും ഉണ്ടാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. മാത്രമല്ല സഹോദരങ്ങളെ, മറ്റൊരു ഹദീസിൽ, ഇമാം ത്വബറാനി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന കാലത്ത് ഈ ഉമ്മത്തിന്റെ നീചവൃത്തികൾ, അള്ളാഹു വിലക്കിയ അധാർമികമായ കാര്യങ്ങൾ എന്താണ് എന്നുകൂടി വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അവിടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, കാലാവസാനത്തിൽ ഈ ലോകം അവസാനിക്കാൻ പോകുമ്പോൾ ഭൂകമ്പവും ചരൽ വർഷവും രൂപമാറ്റവും ശിക്ഷയായി ഉണ്ടാകും. എപ്പോഴാണ് ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ ലഹറത്തിൽ മഗാസിഫി വൽ ഖൈനാത്ത്. സംഗീതോപകരണങ്ങളും നർത്തകിമാരും വ്യാപകമാകുന്ന സമയത്താണ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. വസ്തുഹില്ലത്തിൽ ഖംർ. മദ്യം അനുവദനീയമാക്കപ്പെടുകയും ചെയ്താൽ എന്ന്. അതായത് സംഗീതോപകരണങ്ങൾ അതുപോലെ തന്നെ നർത്തകിമാർ അവരൊക്കെ വ്യാപകമാകുന്ന ഒരു സമയത്ത്, മദ്യം അനുവദനീയമാക്കപ്പെടുന്ന ഒരു സമയത്ത്, ആ ഒരു സമയത്ത് അതൊക്കെ ആസ്വദിക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചരൽ വർഷം കൊണ്ട്, രൂപമാറ്റം കൊണ്ട്, ഭൂകമ്പം കൊണ്ടൊക്കെ ശിക്ഷിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. സഹോദരങ്ങളെ, സ്വഹീഹായ ഹദീസാണ് ഇത്. അപ്പോ ഭൂകമ്പവും ചരൽ വർഷവും രൂപമാറ്റവും ഒക്കെ ഒരു ശിക്ഷയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ പിടികൂടുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പൂർവ്വ സമുദായങ്ങളുടെ ചരിത്രം പറഞ്ഞു തരുമ്പോൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹു വിലക്കിയ ഹറാമായ മുഴുവൻ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. സഹോദരങ്ങളെ, അങ്ങനെയുള്ള നല്ല ഹൃദയങ്ങളിലാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ പറഞ്ഞു തരുന്ന ഇസ്രായേൽ ജനതയുടെ അനുസരണക്കേടിന്റെ ചരിത്രവും അതുപോലെ തന്നെ അള്ളാഹു അവർക്ക് നൽകിയ ശിക്ഷയുമൊക്കെ ആത്മാർത്ഥമായി ചിന്തിച്ചുകൊണ്ട് ആ അക്രമികളായ ജനതയെപ്പോലെ ആകാതിരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ ശിക്ഷയെക്കുറിച്ച് ഈ 66-ാമത്തെ ആയത്തിൽ പറഞ്ഞത്, വമൗഇദതൻ ലിൽ മുത്തഖീൻ. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഒരു സതുപദേശവുമാക്കിയിട്ടുണ്ട് ആ സംഭവം എന്നാണ്. സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലും നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ഇവിടെ സൂറത്തുൽ ബഖറയുടെ 66-ാമത്തെ ആയത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ ആയത്തിന്റെ വിശദീകരണം ഇതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ഈ ആയത്ത് തജ്വീദോടുകൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്നാണ് പഠിക്കാനുള്ളത്. അതിനായി ഷെയ്ഖ് യാസിർ ബിൻ ഹംസ ഹഫിദുല്ലാഹ് അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഖുർആൻ പാരായണത്തിന്റെ ക്ലിപ്പ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും അത് കേൾക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.